2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഇടക്കൊച്ചി സാറ്റലൈറ്റ് കമ്മ്യൂണിന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചു. 25 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട ജനകീയ കേബിൾ TV വരിക്കാരുടെ കൂട്ടായ്മയായ സാറ്റലൈറ്റ് കമ്മ്യൂൺ ഇടക്കൊച്ചിയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരികളെ മുൻ MLA ജോൺ ഫെർണാണ്ടസ്, ഇടക്കൊച്ചി സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോൺ റിബെല്ലോ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഒരു ഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ ആ നിലക്കുണ്ടായി. മാത്രമല്ല, നെറ്റ്വർക്ക് നൽകുന്ന സ്ഥാപനങ്ങൾ അഥവാ മുതലാളിമാർ അവർക്കൊട്ടേറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ആ ഘട്ടത്തിൽ അവരുടെ ഒരു സംഘടന കൊച്ചി കേന്ദ്രമാക്കി, കൊച്ചി പള്ളുരുത്തി മേഖലയിലെ നെറ്റ്വർക്കുകാരുടെ ഒരു സംഘടന ഉണ്ടായി. കേബിൾ TVക്കാരുടെ ഒരു അസോസിയേഷനാണ്. ആ അസോസിയേഷൻ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അവരെ സമീപിക്കുകയും ആ അസോസിയേഷൻ രൂപീകരിക്കാൻ ആവശ്യമായ സഹായങ്ങൾ കൊടുക്കുകയും ആ അസോസിയേഷനെ മുൻനിർത്തിക്കൊണ്ട് KSEB അടക്കമുള്ള വിവിധ ഏജൻസികളെ ബന്ധപ്പെട്ട് സഹായകരമായ നിലപാട് എടുക്കുകയും ചെയ്തു. കൊച്ചിയിലാണ്, അതായത് പള്ളുരുത്തി കൊച്ചി മേഖലയിലാണ് ആദ്യമായി കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ഒരു സംഘടന കേരളത്തിലാദ്യമായിരുന്നു. ഇന്നിപ്പോൾ അത് അഖില കേരളാടിസ്ഥാനത്തിൽ വിപുലീകരിക്കപ്പെടുകയും വലിയ സ്വാധീനമുള്ള ഒരു പ്രസ്ഥാനമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും അങ്ങനെ മാറി. അത്തരമൊരു ഘട്ടത്തിലാണ് ഇടക്കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം, ഇടക്കൊച്ചിയിൽ ബഹുജനങ്ങൾ ഈ സംവിധാനം ലഭിച്ചിരുന്ന പലരും അന്യായമായ വിധത്തിൽ നിരക്ക് വർദ്ധിപ്പിക്കാൻ തയ്യാറായി. ആ നിരക്ക് വർധന ന്യായമല്ല എന്നതുകൊണ്ടാണ് എൻ്റെ ഇവിടെ എനിക്ക് വളരെ പ്രയാസമുള്ള ഒരു സന്ദർഭമായിരുന്നു. കാരണം നമ്മൾ നടത്തിക്കൊണ്ട് പോകുക എന്നുള്ള പ്രയാസമായിരുന്നു, അല്ല വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ആ ഒന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അന്ന് ഞാൻ അവിടെ വെച്ച് ആശംസയിൽ പറഞ്ഞൊരു കാര്യമാണ്, നമ്മളിപ്പോൾ പിന്നെ പുഴയുടെ അല്ല കടലിൻ്റെ തീരത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് വളരെ ശാന്തമായിട്ട് പോകണം. കടൽ വളരെ ശാന്തമായിട്ട് കൊണ്ടുവരുന്നത് അന്ന് ഞാൻ പറഞ്ഞു 25 വർഷത്തിന് മുമ്പ്. പക്ഷെ നമ്മളൊരു വഞ്ചി എടുത്ത് അത് മുന്നോട്ട് പോകുമ്പോഴാണ് കോളുകളും പ്രശ്നങ്ങളും വന്നത്. അത് ഒടുക്ക സമയത്തുണ്ടായില്ല. കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ ഇത് മുമ്പോട്ട് പോകുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടതായിട്ട് വരും. അതിൽ നിന്ന് നമ്മൾ പിന്നെ ഭയം ഉണ്ടാകരുത്, ഇത് മുന്നോട്ട് തന്നെ പോകണം എന്നുള്ളൊരു വാക്കാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. അതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ഇന്ന് നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഒരു എല്ലാ കാര്യങ്ങളും പുരോഗമനം ഇല്ലെങ്കിൽ അതിനകത്ത് ഒരു പ്രശ്നങ്ങളുണ്ടായില്ല. മുന്നോട്ട് പോകുമ്പോഴാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. പ്രസിഡന്റ് CM ചന്ദ്രബോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ ട്രഷറർ AR ശിവജി, സെക്രട്ടറി TD പ്രദീപ് കുമാർ, ജോയിന്റ് സെക്രട്ടറി P ജോയ് എന്നിവർ സംസാരിച്ചു. എന്നാൽ അന്ന് തന്നെ പേ ചാനലുകൾ വരുന്നൊരു രീതി തുടങ്ങിയിരുന്നു. പക്ഷെ അപ്പോൾ അത് ഇങ്ങോട്ട് കിട്ടാതെ നല്ല പല ഇതിലേക്ക് കടത്താതെ ഇവിടെ ഒരു കുത്തക പോലെ ഒരാൾ ഇത് കൈകാര്യം ചെയ്തപ്പോൾ അതിനെതിരായ ഒരു ജനകീയ മുന്നേറ്റമായിരുന്നു. അന്ന് നേരിട്ട ഏറ്റവും വലിയ വിഷയം ഒന്ന് ടെലിവിഷൻ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. നമ്മുടെ ടെലിവിഷന് ഇതിൻ്റെ പ്രസക്തി എന്താണ് ഈ കാലത്ത് എന്നൊരു ചോദ്യം അന്ന് പലരും ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് വരെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ സംഘടന ഇപ്പോഴത്തെ പ്രസക്തി? ഈ ടെലിവിഷൻ കുട്ടികളെ ചീത്തയാക്കുന്ന ഒരു സംഭവമാണ് ഒരു വിഭാഗം ആൾക്കാർ പറഞ്ഞതിൻ്റെ ഇടയിലേക്കാണ് തുടക്കം കുറിക്കുകയാണ് പൂർത്തി. അതായത് ഇത് 2024 അതിൻ്റെ സിൽവർ ജൂബിലി വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് നിൽക്കുന്നില്ല. നമ്മൾ ഇന്നത്തെ ലളിതമായൊരു ചടങ്ങ് നമ്മുടെ രക്ഷാധികാരികൾ അതിന് തുടക്കം കുറിക്കും. ഒരു കേക്ക് മുറിച്ചുകൊണ്ട് ഈ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നെ ഇനി നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഡിസംബറിൽ അവസാനിക്കുന്ന രീതിയിൽ ഡിസംബറിൽ അതിവിപുലമായ K7 കേരളം, കൊച്ചി.